Good morning. Good morning, Miss. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ത്രീ ടൈപ്സ് ഓഫ് പർച്ചേസിംഗ് വരെയാണല്ലേ. ലോക്കൽ പർച്ചേസ് നമ്മൾ പറഞ്ഞു, പർച്ചേസ് ഫ്രം സപ്ലൈയർ പറഞ്ഞു, ഇമ്പോർട്ട് പർച്ചേസ് വരെ നമ്മൾ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. Good morning. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോർഷൻ നോക്കാം കേട്ടോ. എന്റെ സൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. എനിക്ക് പ്രോട്ടീൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പൊ വീട്ടിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് നോക്കാം. In purchasing, the starting point is the recognition of the need for a material on product, vendor or source. Selection has four stages. പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എത്രത്തോളം മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, നമ്മളൊരു കാര്യം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എത്രത്തോളം മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് നമ്മൾ ഒരു വെഞ്ചർ അല്ലെങ്കിൽ സപ്ലയറിനെ സെലക്ട് ചെയ്യണം അല്ലെ. ഇല്ലേ, നമ്മളൊരു ഓർഗനൈസേഷൻ എടുക്കാം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എടുക്കാം. അവിടേക്ക് മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? വെഞ്ചർ അല്ലെങ്കിൽ വിതരണക്കാരൻ, കച്ചവടക്കാരൻ അല്ലെ, അയാളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. സെല്ലറിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലിസ്റ്റ് നോക്കിയിട്ട് ഒരു വെഞ്ചറെ സെലക്ട് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. വെഞ്ചറെ സെലക്ട് ചെയ്യണം. അങ്ങനെ വെഞ്ചറെ സെലക്ട് ചെയ്യുമ്പോൾ അതിന് 4 സ്റ്റേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആണ് സർവേ സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആണ് എൻക്വയറി സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ആണ് നെഗോഷിയേഷൻ സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ് ആണ് എക്സ്പീരിയൻസ് സ്റ്റേജ്. അപ്പോ ഫസ്റ്റ് വൺ നോക്കാം, സർവേ സ്റ്റേജ്. എന്താണ് സർവേ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം സർവേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സർവേ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സർവേ? ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇപ്പൊ ആളുകള് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഒക്കെ വരാറുണ്ട്. ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് അല്ലെ, നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ടൊക്കെ സർവേ നടത്താറുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ അങ്ങനെ സർവേ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ്? നമുക്കൊരു സെയിൽസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാനായിട്ട് നമുക്ക് എന്ത് വേണം? മെറ്റീരിയൽസ് വേണം. ആ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വെണ്ടറെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മള് ഒരാളോട് മാത്രം ചോദിച്ചിട്ട് നമ്മൾ വാങ്ങിക്കാറില്ലല്ലോ, ഇല്ലേ? 1 മിനിറ്റ് ഉണ്ടോ? ഓക്കെ, എന്താണ് സർവേ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മള് ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ നമുക്ക്? ഓക്കെ, ഇടയ്ക്ക് ഇങ്ങനെ ചുമ വരും, തൊണ്ട കുത്തലുണ്ട്. അതാണ് പ്രശ്നം വലിയ ക്ലാസ് എടുക്കാനായിട്ട്. നമ്മൾ സൗണ്ട് കുറച്ചാണല്ലോ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ
സർവീസ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സാധനം നമുക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാനായിട്ട് ആഗ്രഹമുണ്ട്. അതിലേക്ക് നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരാളോട് നമ്മൾ മാത്രം ചോദിക്കില്ല, ബാക്കി എന്ത് ചെയ്യും, പല സെല്ലറോടും ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ അതിനകത്തുനിന്ന് ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക അല്ലെ. നമുക്ക് ഇന്ന ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് തരുമോ, ഇന്ന ക്വാണ്ടിറ്റിയിൽ തരോ, ഇന്ന പ്രൈസിൽ തരോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കി നമുക്ക് യോജിച്ച ആളോട് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കാറ് ഇല്ലേ. അങ്ങനെയല്ലേ ചെയ്യാറ്. അപ്പൊ അതിനെയാണ് സർവീസ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് എന്താണ് ഇന്ന ക്വാണ്ടിറ്റിയിൽ തരോ, ഇന്ന പ്രൈസിൽ തരോ അല്ലെ, ഇത്രയും നമ്മള് ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര ഡിസ്കൗണ്ട് തരും എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് സർവീസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോ നമ്മള് ഒരാളെ എന്താണ് ആളുകളോട് അന്വേഷിച്ച് അതിനുശേഷം നമുക്ക് ആവശ്യമായ വിതരണക്കാരെ നമ്മൾ 1-2 ആളുകളെ സെലക്ട് ചെയ്യുന്നു. അതാണ് സർവീസ് സ്റ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അതാണ് സർവീസ് സ്റ്റേജ്. ഇനി നമ്മൾ എന്താണ് എൻക്വയറി സ്റ്റേജ് ആണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അന്വേഷണം നടത്തും അല്ലെ, നിങ്ങൾക്ക് ഇന്ന ക്വാളിറ്റിയില് ഇന്ന പ്രൊഡക്റ്റ് തരോ അല്ലെ, ഇത്രയും പ്രൈസിൽ തരോ എന്നൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ധാരണയിലെത്തും, അന്വേഷിക്കും, എൻക്വയറി നടത്തും. ഓക്കെ, അപ്പൊ ആദ്യം സർവീസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 2-3 ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അവരോട് എൻക്വയറി നടത്തുന്നു അല്ലെ, ഞങ്ങൾക്ക് ഇന്ന സാധനങ്ങള് ഇത്രയും ക്വാളിറ്റിയില് ഇത്രയും ക്വാണ്ടിറ്റിയില് ഇന്ന പ്രൈസിൽ തരോ എന്നുള്ളത്. ഓക്കെ, അതാണ് എൻക്വയറി സ്റ്റേജ്. ഇനി നെക്സ്റ്റ് ആണ് ഇത് നെഗോഷിയേഷൻ സ്റ്റേജ്. എന്താണ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാല്? എന്താ നെഗോഷിയേഷൻ? എന്താ നെഗോഷിയേഷൻ? ബാർഗെയിനിങ്. എന്താണ് നമ്മള് ചർച്ച നടത്തുന്നുണ്ട്. ഓക്കെ, ചർച്ച നടത്തും അല്ലെ. ചർച്ച നടത്തുന്ന സ്റ്റേജ് ആണ് നെഗോഷിയേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ എന്താണ് 1-2 ആളുകളോട് നമ്മൾ ചർച്ച നടത്തും അല്ലെ. ചർച്ച നടത്തിയിട്ട് ഒരാള് അതിൽ ഓക്കെ പറയും നമ്മളോട് ഇല്ലേ, ഇന്ന ക്വാണ്ടിറ്റിയില് ഇന്ന പ്രൈസില് ഇന്ന ക്വാളിറ്റിയില് തരാ എന്ന് പറയും. ഒരാൾ മാത്രമേ അതിന് സമ്മതിക്കുള്ളൂ അല്ലെ. 2-3 ആളുകൾ അങ്ങനെ സമ്മതിക്കില്ല. ഏതെങ്കിലും ഒരു ആളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ലറോ ആണ് സമ്മതിക്കുന്നത് അല്ലെ. അപ്പൊ അയാള് നമ്മൾ സെലക്ട് ചെയ്തു, അവരുമായിട്ട് നമ്മൾ ചർച്ച നടത്തുന്നുണ്ട്. ഇനി അതിന്റെ അടിയിൽ നോക്കി ലീഡ് ടൈം എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ലീഡ് ടൈം? ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ എന്നാണ് അവിടെ. കറക്റ്റ് അല്ല നിങ്ങളുടെ PDF-ല്? കറക്റ്റ് ആണോ? ലീഡ് ടൈം ഒരു ഹൈഫൺ കൊടുക്കാം, റോങ് ആണ്. ഓക്കെ, ഞാൻ വായിക്കാട്ടെ, മിസ് വായിക്കാം, ഒന്ന് കറക്റ്റ് ആക്കണേ. ലീഡ് ടൈം എന്നുള്ളത് ഒരു ഹൈഫൺ കൊടുക്കാട്ടോ. ലീഡ് ടൈം ഒരു ഹൈഫൺ. The time between ordering the material and getting it to the department. ഡിപ്പാർട്ട്മെന്റ് ഷോർട്ട് ഫോം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. Time between ordering the material and then getting it to the department. കിട്ടിയോ? അപ്പൊ എന്താണ് ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സാധനം ഓർഡർ ചെയ്തു, അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടാവില്ലേ? നമ്മളിപ്പോ ഒരു ഓൺലൈനിൽ ഒരു സാധനം ഓർഡർ ചെയ്തു, ഒരു മെറ്റീരിയൽ ഓർഡർ ചെയ്തു, ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് പിടിക്കും നമ്മളുടെ കയ്യിലെത്താൻ വേണ്ടിയിട്ട് ഇല്ലേ. അപ്പൊ അതിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മളൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തത് മുതൽ നമ്മളുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഓർഡർ ചെയ്തു, ഇത് നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഇത് എക്സ്പീരിയൻസ് സ്റ്റേജ്. എന്താണ്? ഒരു അനുഭവം, നല്ലൊരു അനുഭവം ഉള്ള സ്റ്റേജ് ആണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അല്ലെ. അനുഭവം. നമ്മൾ എന്ത് ചെയ്തു? 2-3 ആളുകളോട് സർവേ നടത്തി,
അതിനകത്ത് ഒരാള് നമുക്ക് സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞു ചർച്ച നടത്തി, കരാറിൽ നമ്മൾ എഗ്രിമെന്റിൽ ഏർപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്, അല്ലേ? നമ്മൾ എന്ത് വിചാരിച്ചു? നമ്മളൊരു ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ആഗ്രഹിച്ചു. 2-3 സെല്ലേഴ്സിനോട് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി, എൻക്വയറി നടത്തി. അതിനകത്ത് ഒരാളെന്ന് പറഞ്ഞു, ഓക്കെ പറഞ്ഞു, അല്ലെ? അങ്ങനെ അയാളുമായിട്ടൊരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടു, കരാറിൽ ഏർപ്പെട്ട് നല്ലൊരു അനുഭവമാണ് നമുക്ക് ലഭിച്ചത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നോക്കേണ്ടത് ലീഡ് ടൈം ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കാം, ബാക്കിയുള്ളത് മനസ്സിലാക്കി വെക്കാം. സർവേ സ്റ്റേജ് ഉണ്ട്, എൻക്വയറി സ്റ്റേജ് ഉണ്ട്, നെഗോഷിയേഷൻ സ്റ്റേജ് ഉണ്ട്, എക്സ്പീരിയൻസ് സ്റ്റേജ് ഉണ്ട്. ഇനി നെക്സ്റ്റ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് have duty to spend money judicially, objectively, honestly and effectively. അപ്പൊ എന്താണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയൊക്കെയാണ് പണം വിനിയോഗിക്കുന്നത് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജുഡീഷ്യലി ആയിട്ട്, അല്ലെ? ജുഡീഷ്യലി, വിവേകപൂർണ്ണമായിട്ട്. പിന്നെ ഒബ്ജക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുനിഷ്ഠമായിട്ട്. ഹോണസ്റ്റ്ലി എന്ന് പറഞ്ഞാല് സത്യസന്ധമായിട്ട്. ഇഫക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലപ്രദമായിട്ട്. ഇങ്ങനെയൊക്കെയാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് മണി സ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ജുഡീഷ്യലി, വിവേകപൂർണമായി, ഒബ്ജക്റ്റീവ്ലി, വസ്തുനിഷ്ഠമായി, ഹോണസ്റ്റ്ലി, സത്യസന്ധമായി, അതുപോലെ തന്നെ ഇഫക്റ്റീവ്ലി എന്ന് പറഞ്ഞാല് ഫലപ്രദമായിട്ടും മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആരാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കട്ടോ. വായിച്ചു കഴിഞ്ഞവര് നെഗോഷിയേഷൻ, അടുത്ത പോർഷൻ വായിച്ചു നോക്കാം കേട്ടോ. നെഗോഷിയേഷൻ ഈസ് ടു വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ ആ പോർഷൻ വായിച്ചു നോക്കുക. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഞാൻ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാം. വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സാവധാനത്തിൽ വായിച്ചാൽ മതി, ഞാൻ ചോദിച്ചെന്നുള്ളൂ.
ഞാൻ വായിച്ചു. ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? മുഫി ചെയ്യാൻ പറ്റോ? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റോ? ഓക്കെ, എത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ പാഴാക്കാൻ പാടില്ല. വായിച്ചു. ഓക്കെ, മുഫി സ്റ്റാർട്ട് ചെയ്തോളൂ. എന്താണ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞത്? Negotiation is a two-way communication between buyer and seller. ബയ്യറും സെല്ലറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, two-way communication ആണ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞത്. Negotiation is defined as a discussion on a business transaction leading to finalization of purchase and sale contract of goods and services. Negotiation എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഡിസ്കഷൻ ആണ്. ഒരു പ്രൊഡക്റ്റിന്റെ ഫൈനൽ തീരുമാനം, ഒരു ഗുഡ് ആൻഡ് സർവീസിന്റെ ഫൈനൽ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷനുമായിട്ടുള്ള ഡിസ്കഷൻ ആണ്. നെഗോഷിയേഷൻ ഡിപ്പെൻഡ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. അത് ഹ്യൂമൻ ബിഹേവിയറിനെ ആശ്രയിച്ചിരിക്കുന്നു. വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്ക് പറയാം എന്താണ് നെഗോഷിയേഷൻ? മെറിൻ. ദിവ്യ പ്രസാദ്. ദിവ്യ, വേറെ ആരും വായിച്ചില്ലേ? വേറെ ആർക്ക് പറയാൻ പറ്റും? മാം, മുബി പറഞ്ഞോളൂ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാല് ബയറും സെല്ലറും തമ്മിലുള്ള ആശയവിനിമയമാണ്, ടു വേ കമ്മ്യൂണിക്കേഷൻ. ഇതൊരു ബിസിനസ് ഡിസ്കഷൻ ആണ്. അതിൽ ഫൈനലൈസ് ചെയ്യും പർച്ചേസും ആൻഡ് സെയിൽസ് കോൺട്രാക്ട്, ഗുഡ്സ് ആൻഡ് സർവീസ് എവിടെ നിന്ന് വാങ്ങണം, എങ്ങനെ വാങ്ങണം എന്ന് പർച്ചേസ് ഫൈനലൈസേഷൻ ചെയ്യും. നെഗോഷിയേഷൻ ഡിപ്പെൻഡ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യന്റെ സ്വഭാവം വെച്ചിട്ടായിരിക്കും നെഗോഷിയേഷൻ തിരഞ്ഞെടുക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും? നല്ല രീതിയിൽ നോളജ് ഉണ്ടായിരിക്കണം. എന്തിനെ കുറിച്ച്? എവിടുന്ന് നെഗോഷിയേഷനെ കുറിച്ച്. പിന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം, കഴിവുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ കേൾക്കാൻ തയ്യാറാവുന്ന ആളായിരിക്കണം. നല്ലൊരു കഴിവുണ്ടായിരിക്കണം, ഇന്റർപേഴ്സണൽ സ്കില്ല്. ലോനെ പറ്റിയൊക്കെ അറിവുണ്ടാവണം. കോൺട്രാക്ടിങ്, ആർഗ്യുമെന്റ്, അക്കൗണ്ടിങ്, പ്രൈസിങ്, അതിനൊക്കെ പറ്റിയുള്ള അറിവുണ്ടാവണം. ഒരു ലോജിക്കൽ തിങ്കർ ആയിരിക്കണം. ഒരു നല്ല കേൾക്കാൻ കഴിവുള്ള ആളായിരിക്കണം. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടായിരിക്കണം. ജസ്റ്റ് ഒന്ന് പറയാട്ടോ.
ഓക്കെ, എന്താണ് അപ്പൊ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞത്? രണ്ട് പേര് പറഞ്ഞില്ലേ, സി പറഞ്ഞു ബിയും പറഞ്ഞു എന്താണെന്നുള്ളത് അല്ലെ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ്, ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് നടത്തുന്നത് അല്ലെ. ഗുഡ്സ് ആൻഡ് സർവീസസ് സെയിൽ ആൻഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് ആ പ്രോസസ്സിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ആ ബിസിനസ് ട്രാൻസാക്ഷന്റെ ഒരു ഫൈനലൈസേഷൻ, അന്തിമ തീരുമാനമാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നെഗോഷിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു കോൺട്രാക്ട് ആണ്, ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അവിടെ. അപ്പൊ ആ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫൈനലൈസേഷൻ, അന്തിമ തീരുമാനത്തിനെയാണ് നമ്മൾ ഈ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യ സ്വഭാവത്തെ, ഹ്യൂമൻ ബിഹേവിയറിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, ആ നെഗോഷിയേഷൻ ഈസ് എ ടു-വേ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ആരുടെയാണ്? നെഗോഷിയേറ്ററുടെ അല്ലെങ്കിൽ നെഗോഷിയേറ്റിംഗ് ടീമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത്. മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് എ പർട്ടിക്കുലർ മെറ്റീരിയൽ. നമ്മള് എന്താണ്, ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്, ബിസിനസ് നടത്തുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ആ മെറ്റീരിയലിനെ കുറിച്ചുള്ള ഒരു ഗുഡ് നോളജ് ഉണ്ടായിരിക്കണം ആർക്ക്? നെഗോഷിയേറ്റർക്ക്. ഓക്കെ, ഇനി എന്താണ്? എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ അല്ലെ. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവിടെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ്? ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈല്. എന്താണ് ഒഫൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താണ് ഒഫൻസീവ് എന്ന് പറഞ്ഞാല്? ആക്രമണങ്ങൾ അല്ലെ, ആക്രമണങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ പ്രതിരോധാത്മകമായിട്ടുള്ള രീതിയിൽ വേണം അവിടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട്, അല്ലെങ്കിൽ ആ ബിസിനസ് നെഗോഷിയേഷൻ നടത്താനായിട്ട്. അതുപോലെ തന്നെ എന്താണ്? ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ അല്ലെ. എന്താണ്? മറ്റുള്ളവരുമായിട്ട് ചർച്ച നടത്തുമ്പോൾ അവരോട് പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ചിലവരുണ്ടാവും നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കണ്ണിലേക്ക് അവർ നോക്കില്ല, അവര് മറ്റു പലയിടത്തേക്ക് ഇങ്ങനെ നോക്കും. അപ്പൊ എന്താണ്? നമുക്കൊരു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ അവരെ കേൾക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് വരും. ചില ആളുകൾ അങ്ങനെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലവരിങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കും. നമ്മളോട് വർത്താനം പറയുന്നുണ്ടാവും, പക്ഷെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടായിരിക്കും വർത്താനം പറയുന്നത്. ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല നമുക്ക് അല്ലെ. ചിലപ്പോ നമ്മളെ എന്താണ്, ചിലപ്പോ അവര് ശരിക്കും കേൾക്കുന്നുണ്ടെന്ന രീതിയിൽ ചിലപ്പോ അഭിനയിക്കണേണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ആളുകളും നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പൊ എന്താ ചെയ്യുക? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അങ്ങനത്തെ തരത്തിലുള്ള ആളുകളും നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള നെഗോഷിയേഷൻ ടൈമില് അല്ലെങ്കിൽ നെഗോഷിയേഷൻ ടീമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? നമ്മള് മറ്റുള്ളവർ പറയുന്നത് എന്താണോ, അല്ലെങ്കിൽ ആ നെഗോഷിയേഷൻ നടത്തുമ്പോൾ, ചർച്ചകൾ നമ്മൾ നടത്തുമ്പോൾ അവര് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കേൾക്കാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റു പല കാര്യങ്ങൾ പറയാനായിട്ട്, അതിനെ കണക്ട് ചെയ്ത് പറയാനായിട്ടുള്ള റാപ്പിഡ് തിങ്കർ ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇടപഴകാനായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. ചിലവർക്ക് അങ്ങനെയുള്ളൊരു മറ്റുള്ളവരെ കയ്യിലെടുക്കാനായിട്ടും ഇടപഴകാനായിട്ടും നല്ലൊരു കഴിവുകളുള്ള ആളുകളായിരിക്കും ഇല്ലേ. ചിലരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇപ്പോ നല്ലൊരു ഹ്യൂമർ അല്ലെ, ഇപ്പൊ എന്ത് പറഞ്ഞാലും ചിലപ്പോ ഒരു ഹ്യൂമർ ഉപയോഗിച്ച് പറയുന്നത്, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ നോളജ് അബൌട്ട് ലോസ് ഓഫ് കോൺട്രാക്ട്. എന്താണ് പറഞ്ഞു അല്ലെ, ആ ലോയുമായിട്ട് ബന്ധപ്പെട്ട, അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട നോളജും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കണം. കോൺട്രാക്ടിങ് എന്താണ്, എഗ്രിമെന്റ്, അക്കൗണ്ടിങ്, പ്രൈസിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഇംപ്ലിമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നോളജും അവർക്ക് ഉണ്ടായിരിക്കണം. ലോജിക്കൽ തിങ്കിങ്, എന്താണ്, യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുകളുള്ള ആളുകളായിരിക്കും. ഗുഡ് റീസണർ അല്ലെ, മറ്റുള്ളവരെ കേൾക്കാനായിട്ട് തയ്യാറാകുന്ന ആളുകളായിരിക്കണം. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുഭാപ്തി വിശ്വാസം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ അല്ലെ, മറ്റുള്ളവരെ കയ്യിലെടുക്കാനായിട്ടും
ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ എന്താ ഹ്യൂമറിൽ കൂടി കറക്റ്റ് പോയിന്റ് പറഞ്ഞു തരുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഈ നമ്മളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ. ഇപ്പൊ നമ്മുടെ ജയദേവൻ സാർ അല്ലേ, സാറിന് എല്ലാവർക്കും അറിയാല്ലേ. അപ്പൊ ആ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ന് പറഞ്ഞാല് ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. ശരിക്കും പറഞ്ഞാല് സാറ് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ പറയും, പക്ഷെ ചിരിച്ചുകൊണ്ട് നല്ല രീതിയിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ആളുകൾ ആയിരിക്കണം ആര് ഈ നെഗോഷിയേറ്റിംഗ് ടീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ. എന്താണ്? ഓരോ ഓർഗനൈസേഷനും എന്തുണ്ടാവും? ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എന്തുണ്ടാവും? വെരി ഗുഡ്, ഗോൾ ഉണ്ടാവും അല്ലെ. ഗോൾ ഉണ്ടാവും, അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ. വിഷൻ ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഓർഗനൈസേഷന്റെ ഗോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മള് നെഗോഷിയേഷൻ നടത്തുമ്പോൾ ആ സ്ഥാപനത്തിന്റെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഗോളും സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ചർച്ചകൾ നടത്തേണ്ടത്. ഇപ്പൊ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരാൾ പോയിട്ടാണ് ചർച്ച നടത്തുന്നത് അല്ലെ. ഇപ്പൊ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പോയിട്ടാണ് ആ നെഗോഷിയേറ്ററും തമ്മിൽ നമ്മൾ സംസാരിച്ചിട്ടാണ് ഒരു എഗ്രിമെന്റിൽ എത്തുന്നത്. അപ്പൊ നമ്മളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യാൻ രീതിയിലുള്ള ഒരു കാര്യങ്ങളായിരിക്കണം അവിടെ ചർച്ച നടത്തി നമ്മൾ വരേണ്ടത് ഇല്ലേ. നമ്മളുടെ രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷന് നല്ല രീതിയിൽ ഒരു സക്സസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ചയായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി എന്താ? To see that the organizations is not in a disadvantaged position. അതുപോലെ തന്നെ ചർച്ചകൾ നമ്മൾ നടത്തുമ്പോൾ അനുകൂലമായിട്ട് നമ്മൾ നടത്തണം. ഓർഗനൈസേഷന് അനുകൂലമായിട്ട് വേണം നമ്മൾ നടത്താനായിട്ട്. ക്ലിയർ ആയോ അത്? 2 പോയിന്റും ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്? To ensure that the organizations get all benefits which can easily and comparatively come to it in normal circumstances. അതുപോലെ തന്നെ ചർച്ചകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന് ഗുണങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം. ഇപ്പോ അവിടെ പോയിട്ട് അയാളുമായിട്ട് നമ്മൾ ചർച്ച നടത്തി ചിലപ്പോ തല്ലുണ്ടാക്കി അങ്ങനത്തെ രീതിയിലാകരുത്. ചിലപ്പോ നമ്മളെന്താണ് ആ ചർച്ച തന്നെ അവിടെ എന്താണ് ഡിസ്എഗ്രിമെന്റ് രീതിയിലാവും അല്ലെ. അപ്പൊ അങ്ങനെയല്ല വേണ്ടത്. ഓർഗനൈസേഷന് നമ്മൾ ചർച്ചകൾ നമ്മൾ നടത്തുമ്പോൾ ഓർഗനൈസേഷന് ഗുണമുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചർച്ച നടത്തുന്നത്? നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മുടെ ഓർഗനൈസേഷൻ സക്സസ് ഉണ്ടാകണം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന രീതിയിൽ ആണ് നമ്മൾ പോയിട്ട് ചർച്ച നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷന് ഗുണങ്ങൾ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ വേണം ചർച്ച നടത്താനായിട്ട്. നെക്സ്റ്റ് നോക്കിയേ. ടു സീ ദാറ്റ് ദ ഡിസ്റ്റൻസ് ഫ്യൂച്ചർ ഓഫ് ദ organization is not bargained for the present. എന്താണ് bargained എന്ന് പറഞ്ഞാൽ? bargain എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് bargain? എന്താ bargain? വിലപേശുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചർച്ച നടത്തുമ്പോൾ കുറെ നാള് കരാറ് പോകുന്ന രീതിയിൽ വേണം ചർച്ച നടത്താനായിട്ട്. ഇപ്പൊ ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തേക്ക് കരാർ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ്സിലേക്ക് ആ മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് ആ സപ്ലയർ ആവശ്യമാണ്. കുറെ നാളത്തേക്ക് നമ്മൾ ആ അഗ്രിമെന്റ് നമ്മൾ കൊണ്ടുപോകണം. അല്ലെങ്കിൽ എന്താ 2 മാസത്തേക്ക് 1 മാസത്തേക്ക് കരാർ എഴുതി കഴിഞ്ഞിട്ട് പിന്നീട് അയാളുടെ കയ്യിൽ നിന്ന് നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ പൈസക്ക് അദ്ദേഹം ആ മെറ്റീരിയൽ നമുക്ക് തരുമോ? കരാറ് കഴിഞ്ഞു അല്ലെ 2 മാസം കഴിഞ്ഞപ്പോ. അതുകൊണ്ട് പൈസ കൂട്ടി അയാൾക്ക് ചോദിക്കാവുന്നതാണ് അല്ലെ. കരാറ് നമ്മൾ എപ്പോഴും നമ്മള് എഗ്രിമെന്റ് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വേണം? കുറെ നാളത്തേക്ക് ദീർഘനാളത്തേക്ക് വേണം നമ്മള് ആ എഗ്രിമെന്റ് വെക്കാനായിട്ട്. ഓക്കെ, മനസ്സിലായില്ലേ? Ensure that the terms and conditions are settled in apparent
terms and nothing is left to interpretations which may result in misunderstanding and bitterness. എന്താണ് bitterness എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ bitterness? ടൈപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, മിസ്അണ്ടർസ്റ്റാൻഡിങ് അറിയാലോ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ടൈപ്പ് വിദ്വേഷം എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. bitterness തെറ്റിദ്ധാരണ. ഓക്കെ, നമ്മള് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് ഓരോ നമ്മള് കരാറിലും ഏർപ്പെട്ട് എഗ്രിമെന്റ് വെച്ചിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പോ എഗ്രിമെന്റ് ഒക്കെ നമ്മൾ സൈൻ ചെയ്യുമ്പോൾ രണ്ടുപേരും തമ്മിൽ വിദ്വേഷം ഉണ്ടാകുന്ന രീതിയിലാവരുത്. എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റിൽ ചെയ്യുമ്പോൾ രണ്ടുപേർക്കും അനുകൂലമായിട്ടാണ് സെറ്റിൽ ചെയ്യാനായിട്ട് തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ വിദ്വേഷമോ അതിലുണ്ടാകരുത്. ക്ലിയർ ആയില്ലേ? Formulating strategies and tactic are vital part of negotiation. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, നമ്മള് ലോങ് ടേം ആയിട്ടുള്ള പ്ലാനുകൾ അച്ചീവ് എന്താണ് സ്ട്രാറ്റജീസ് മെനയണം. ലോങ് ടേം ആയിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ലോങ് ടൈം ആയിട്ടുള്ള പ്ലാനുകൾ വേണം നമ്മൾ നടത്താനായിട്ട്. അതുപോലെ തന്നെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താ, തന്ത്രങ്ങള് നനയാം. ഓക്കെ, വായിച്ചു നോക്കി. അതുപോലെ തന്നെ നെഗോഷിയേഷൻ ഒരു പോയിന്റ് കൂടെ. നെഗോഷിയേഷൻ കമ്മിറ്റീസിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അറിയാമോ? ആരൊക്കെയാണ്? പർച്ചേസ് മാനേജർ ഉണ്ട്, ഫിനാൻസ് മാനേജർ ഉണ്ട്, ഓക്കെ, പ്രാക്ടിക്കൽ പേഴ്സൺസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ഇതൊക്കെയാണ് കേട്ടോ. ഡിപ്പാർട്ട്മെന്റില് പ്രാക്ടിക്കൽ പേഴ്സൺസ് ഉണ്ടാവും, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, പർച്ചേസ് മാനേജർ ഉണ്ടാവും. വായിച്ചു നോക്കാം കേട്ടോ. Next process of negotiation വായിച്ചു നോക്കിയേ.
Okay, phases of negotiation. Okay, 3 phases ഉണ്ടല്ലേ. പ്രീ നെഗോഷിയേഷൻ ഫേസ്, അതുപോലെ രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാല് മീറ്റിംഗ് ഫേസ് ഉണ്ട്. തേർഡ് ഫേസ് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. ഇനി പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സ്റ്റെപ്പ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി മെറ്റീരിയൽ. നമുക്ക് എന്താണ് കറക്റ്റ് മെറ്റീരിയലിനെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻ അറിയണം അല്ലെ. എന്താ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് അനാലിസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫോർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. ടെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടെൻഡർ. എന്താ ടെൻഡർ? എന്താ ടെൻഡർ? ഓക്കെ, ടെൻഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കരാറാണ് കേട്ടോ. കരാറ് മനസ്സിലായില്ലേ? കരാറ് കേട്ടോ. ഓക്കെ, അപ്പൊ ടെൻഡറിനെ കുറിച്ചിട്ടുള്ള കരാറാണ്. അപ്പൊ അനലൈസിംഗ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. നിങ്ങൾ ഈ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ടെൻഡർ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും. നിങ്ങള് കാണാത്തവരിങ്ങനെ പേപ്പറൊക്കെ നോക്കാട്ടോ. എന്താണ്? ഡിഫറെന്റ് കരാർസ് ഉണ്ടാവും അല്ലെ. അതിനകത്ത് നമ്മള് യോജിച്ച സപ്ലയറെ നോക്കിയിട്ട് നമുക്ക് യോജിച്ച എമൗണ്ടില് നമുക്ക് യോജിച്ച ക്വാളിറ്റിയില് മെറ്റീരിയൽസ് തരുന്നത് ആ കൊട്ടേഷൻസേക്ക്. ഓക്കെ, വെരി ഗുഡ്. ആ കൊട്ടേഷൻസ് എന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് പേപ്പറിലൊക്കെ കാണാറുണ്ട്. അപ്പൊ നമുക്ക് യോജിച്ച സപ്ലയറെ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അതാണ് കൊട്ടേഷൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് എന്താണ് ടെൻഡേഴ്സിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾ വിശകലനം ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻഡ് ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ. ഇനി എത്രത്തോളം നമ്മൾ ഈ ടെൻഡേഴ്സ് അല്ലെങ്കിൽ ഈ കരാറുമായിട്ട് ബന്ധമായിട്ട് നമ്മള് മുൻപോട്ട് പോകും എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്താ? ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്. തന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്നാൽ പ്രിലിമിനറി ടാക്ടിക്. തന്ത്രം എന്ന് തന്നെയാണ് ടാക്ടിക്കിനെ പറയുന്നത്. നമ്മള് കിങ് ലെയർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കിങ് ലെയർ ആരുടെ ഫിലിമാണ്? കിങ് ലെയർ കണ്ടിട്ടുണ്ട്. ആരുടെ ഫിലിമാ? ദിലീപിന്റെ അല്ലെ. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് അവര് ഒരു പ്രിലിമിനറി തന്ത്രമായിട്ട് അവര് പറയുന്നുണ്ട്. ഏതൊരു ക്രീമാണ് തോന്നുന്നു, ക്രീമിന്റെ ഒരു മാസം കൊണ്ട് യൂസ് ചെയ്യുന്ന ആ ക്രീം നമുക്ക് പകുതി വന്നുകൊണ്ട് തീർക്കാൻ പറ്റും. എങ്ങനെയാണ്? ആ ഹോള് എന്താണ്? ആ ട്യൂബിന്റെ ഹോള് പേസ്റ്റ് ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ ഹോള് നമ്മള് വലിപ്പം കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എടുക്കുന്നത് കൂടും അല്ലെ. ഹോളിന്റെ വലിപ്പം കൂട്ടി കഴിഞ്ഞാല് നമുക്ക് കൂടുതൽ എന്താണ് മാർക്കറ്റില് അത് നമുക്ക് കൂടുതൽ ഇറക്കിയിട്ട് കൂടുതൽ ബിസിനസ്സിൽ ലാഭം കണ്ടെത്താനായിട്ട് സാധിക്കും എന്നവര് പറയുന്നുണ്ട് അല്ലെ. ഇൻക്രീസ് ആവും. ഓക്കെ, അതാണ് പ്രിലിമിനറി ടാക്ടിക് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോ 5 സ്റ്റെപ്പാണ് അതിൽ പറയുന്നത്. ഇൻഫർമേഷൻ നമുക്ക് അറിഞ്ഞിരിക്കാം മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ തന്നെ ഇതാണ് ഇൻഫർമേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ആ ടെൻഡേഴ്സിന്റെ ഇൻഫർമേഷൻസ് നമ്മൾ വിശകലനം ചെയ്യാം. അതുപോലെ തന്നെ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ ഡിഫറെന്റ് എന്താണ് ഈ സ്ട്രാറ്റജീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വികസിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ പ്രിലിമിനറി ടാക്ടിക്, പ്രിലിമിനറി തന്ത്രങ്ങൾ നമ്മൾ ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. പ്രീ നെഗോഷിയേഷൻ ഫേസ്. പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗോഷിയേഷന് മുമ്പുള്ള ഫേസ് ആണ് കേട്ടോ. ചർച്ചയ്ക്ക് മുമ്പുള്ള ഫേസ് ആണ് നമ്മളെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഇത് മീറ്റിംഗ് ഫേസ്. will not be completed in the meeting. ഈ ഫേസിൽ നമ്മൾ എന്താണ് മീറ്റിംഗ് കംപ്ലീറ്റ് ആകുന്നില്ല. ഓക്കെ, 3 കാര്യങ്ങളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഡിവൈഡ് ഇൻടു 3. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് ഉണ്ട്, ഡിസ്കഷൻ മീറ്റിംഗ് ഉണ്ട്, എഗ്രിമെന്റ് മീറ്റിംഗ് ഉണ്ട്. അണ്ടർലൈൻ ചെയ്യാത്ത 3. എന്താണ് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറഞ്ഞാല്? 2 parties introduce themselves and information analyzed. ഇത് ചെയ്യുന്നുണ്ട് 2 പാർട്ടീസും
സെല്ലറും ഉണ്ട് ബയറും ഉണ്ട് അല്ലെ. ആ രണ്ട് പാർട്ടീസും ഇത് ചെയ്യുന്നുണ്ട്, അവരോട് സ്വയം പരിചയപ്പെടുത്തുകയാണ് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറഞ്ഞാല്. അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മനസ്സിലായോ? അതിനെയാണ് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഡിസ്കഷൻ മീറ്റിംഗ്. ഡിസ്കഷൻ മീറ്റിംഗ് എന്ന് പറഞ്ഞാല് ഇഷ്യൂസ് ഡിസ്കസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാന വിഷയം എന്താണ് അതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതാണ് ഡിസ്കഷൻ മീറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മളൊരു ഒരു മെറ്റീരിയൽസിനെ കുറിച്ചാണ് ചർച്ച നടത്തുന്നതെങ്കിൽ ആ മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നു. അതാണ് ഡിസ്കഷൻ മീറ്റിംഗ് എന്ന് പറയുന്നത്. പ്രധാന വിഷയം എന്താണോ അത് അവിടെ ചർച്ച ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ആണ് എഗ്രിമെന്റ് മീറ്റിംഗ്. എഗ്രിമെന്റ് നമ്മളെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് സംസാരിച്ച് നമ്മളൊരു ധാരണയിലെത്തി എഗ്രിമെന്റ് നമ്മൾ നടത്താറുണ്ട് അല്ലെ. അപ്പൊ എഗ്രിമെന്റിൽ എന്ത് ചെയ്യാറുണ്ട്? നമ്മള് എന്ത് ചെയ്യാറുണ്ട്? വെറുതെ എഗ്രിമെന്റ് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രിമെന്റ് എഴുതി കൊടുക്കും, അങ്ങനെയാണോ ചെയ്യാറ്? എഗ്രിമെന്റ് റീച്ച്ഡ് അറ്റ് ആൻഡ് ദ കോൺട്രാക്ട് ഈസ് സൈൻഡ് ബൈ ബോത്ത് ദ പാർട്ടീസ്. എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടുപേരും അഗ്രിമെന്റില് സൈൻ ചെയ്യുന്നു. അതാണ് എഗ്രിമെന്റ് മീറ്റിംഗ്. ക്ലിയർ ആയില്ലേ? വായിച്ചു നോക്കിയേ, രണ്ടെണ്ണം ഒന്ന് വായിച്ചു നോക്കിയേ, രണ്ട് സ്റ്റെപ്പ് ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. സൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുമ്പോ തൊണ്ടയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ. ക്ലിയർ ആയില്ലെങ്കിൽ പറയണം കേട്ടോ. അത് എനിക്ക് ശരിക്കും പറഞ്ഞാല് ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അയച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്തത് നമുക്ക് പറയാം. രണ്ടാമത്തെ പോയിന്റ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കോ? മനസ്സിലായവര്? വായിച്ച് കഴിഞ്ഞിട്ട് മിസ്സിനോട് പറയണം കേട്ടോ. എന്നിട്ട് മിസ് അടുത്ത സ്റ്റെപ്പ് സി നമുക്ക് നോക്കാം. കറക്റ്റ് ആണ് കേട്ടോ ഇത് പറഞ്ഞത്.
തേർഡ് ഫേസ് നോക്കിയാലോ? ഓക്കെ, നെക്സ്റ്റ് ആണ് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. കേട്ടോ, രണ്ട് പേരിൽ പറയുന്നുണ്ട്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് എന്നും എക്സിക്യൂട്ടീവ് ഫേസ് എന്നും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട് ടു, എഗ്രിമെന്റ് അവിടെ നടപ്പിലാക്കുന്നു. എന്തൊക്കെ സ്റ്റെപ്പുകളാണ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കാം. ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ, നമ്മൾ ചർച്ച നടത്തി, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കും? പർച്ചേസ് ഓർഡർ കൊടുക്കും അല്ലെ. നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽസ് വേണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇനി എന്താ? ഇൻസ്പെക്ഷൻ അറ്റ് ദി സോഴ്സ്. ഇപ്പൊ നമ്മളൊരു വീട് നിർമ്മിക്കാൻ, നമുക്കൊരു വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മൾ അവിടെ ഇപ്പൊ മാർബിൾസ് അങ്ങനെയൊക്കെ നമ്മൾ പോയിട്ട് നമ്മൾ എവിടെയാണ് അവരുടെ ഓഫീസിലോ അല്ലെങ്കിൽ ആ ഗോഡൌണിലൊക്കെ പോയിട്ട് നമ്മൾ നോക്കും എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ നോക്കാറില്ലേ. അതുപോലെ തന്നെ നമ്മളുടെ എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച നടത്തി, ഓർഡർ കൊടുത്തു. അവരെവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇപ്പൊ ഗോഡൌണിലായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ അവരുടെ ഓഫീസിലൊക്കെ നമ്മൾ പോയിട്ട് നമ്മൾ നോക്കി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഇൻസ്പെക്ഷൻ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നോക്കിയിട്ട് നമ്മളെ സാധനങ്ങൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് നമുക്കറിയണം അല്ലെ, ഇല്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഗോഡൌൺ നമ്മൾ നോക്കാൻ പോകും, അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ചെയ്യാൻ പോവാറുണ്ട്. അവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കിയാണ് നമ്മൾ ഓർഡർ കൊടുത്ത് നമ്മൾ കൊണ്ടുവരുന്നത്, ഇല്ലേ? അതാണ് അവിടെ ഇൻസ്പെക്ഷൻ അറ്റ് ദി സോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ രണ്ടാമത്തെ പോയിന്റ്? ഓക്കെ, ടു റിസീവ് എ പാർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോർ, നമ്മുടെ സ്റ്റോറിലേക്ക് നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരുന്നുണ്ട് അല്ലെ, റിസീവ് ചെയ്യുന്നു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നെക്സ്റ്റ് നോക്കി, ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രീമിസസ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോറിലേക്ക് കൊണ്ടുവരും, നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ ക്രമീകരിച്ച് വെക്കോ, അല്ലെങ്കിൽ അവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കോ? ഇല്ല. എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസ്പെക്ഷൻ ചെയ്യൂ അല്ലെ. ഡാമേജ് ഉണ്ടോ, നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റിയിലാണോ, എത്ര എണ്ണം ഉണ്ട് അല്ലെ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ അവിടെ വെക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ആക്സെപ്റ്റ് ഓർ റിജക്റ്റ്. നല്ലത്, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി അതർവൈസ് ആണെങ്കിലോ റിജക്റ്റ് ചെയ്യുന്നു. ഡാമേജ് ഉള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചു കൊടുക്കും അല്ലെ. ഇനി എന്താ? റെക്കോർഡ് ഇൻ സ്റ്റോക്ക് രജിസ്റ്ററിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇൻസ്റ്റാളിംഗ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഓർ സ്റ്റോറിംഗ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വിലപിടിപ്പുള്ള ഐറ്റംസ് അല്ലെ. ഇപ്പൊ നമ്മള് എന്താ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്താ പറയാ, ഈ സ്കാനിങ്ങിന് കൊണ്ടുവരുന്ന മെഷീൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഐറ്റംസ് ആണ്. സ്കാനിങ് മെഷീൻസ് പറയാൻ പറ്റും നമുക്ക്, ഇല്ലേ? എക്സ്റേ മെഷീൻസ്, അങ്ങനെയുള്ള മെഷീൻസ് വളരെ വിലപിടിപ്പുള്ള മെഷീൻസ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ആയിട്ട് പറയുന്നത്. വളരെ കാലം ഓക്കെ, അത് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു. മെഷീൻസ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ എന്താ? ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം പേയ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പേയ്മെന്റ് നൽകും. അത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിൽ വരുന്നത്. ഓർഡർ കൊടുക്കുന്നു, നമ്മൾ അവിടെ പോയിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യുന്നു. റിസീവ് ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്നു. ഡാമേജ് ഉള്ള ഐറ്റംസ് റിജക്ട് ചെയ്യുന്നു. സ്റ്റോർസ് റെക്കോർഡിൽ രജിസ്റ്റർ ചെയ്ത് വയ്ക്കുന്നു. ക്യാപിറ്റൽ എക്യുപ്മെന്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, സ്റ്റോറിങ് ചെയ്യുന്നു. അതിനുശേഷം പേയ്മെന്റ് നമ്മൾ കൊടുക്കും.
ഓക്കെ ആണോ അത്രയും വരെയും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. അപ്പോ ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.